ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ദേ 5 മണിയായി. 5 മണിയായപ്പോൾ നമുക്ക് നേരമൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഞാനിങ്ങനെ ബാൽക്കണിയിൽ നിന്ന് കുറച്ച് നേരം ഇതൊക്കെ ഇങ്ങനെ നോക്കി നല്ല രസമാണ് കാണാൻ. നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ ഇറങ്ങി നിന്ന് നോക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ബാൽക്കണിയിൽ നിന്നിങ്ങനെ കുറച്ച് നേരം അതൊക്കെ അതിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി നിന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ചായ ഇടാൻ പോയി. രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് തുടങ്ങുവാണെങ്കിൽ നമുക്കൊരു ഉഷാറാണ്. അപ്പം ഞാൻ ചായയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ആർക്കും പോവണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ബിസി ആയിരിക്കും രാവിലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പയ്യെ തന്നെ ചായയൊക്കെ ഇട്ട് ചായ കുടിച്ച ശേഷം അടുത്ത ജോലിയിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും കടലയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കടല ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് കഴുകി കുക്കറിലിട്ട് അത് അടുപ്പയിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കടലയും പുട്ടും ആയതുകൊണ്ട് നമുക്കിനി വേറെ ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള പിന്നെ കുറച്ച് താമസിച്ച് മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതങ്ങ് അടുപ്പിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിയുമ്പോൾ പുട്ടിനുള്ളതോട് കുഴച്ച് വെക്കാം. അപ്പോൾ തന്നെ എല്ലാവരും റെഡിയായി വന്നു. ഇവിടെയാണെങ്കിൽ അടുക്കളയിലാണെങ്കിൽ നല്ല വെയിലാണ്. കാരണം മഹാരാഷ്ട്ര ഇപ്പോൾ ഭയങ്കര ചൂടാണ്. മഴയൊന്നും അധികം വന്നിട്ടില്ല. ഇടയ്ക്കൊന്നും പെയ്ത് പോയെന്നല്ലാതെ അതേ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല വെയിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാമെന്നുള്ള ഒരു പ്ലാനാണ്. എന്നുവെച്ചാൽ ജോലി കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അപ്പോൾ ഞാൻ ദേ പുട്ടിനെല്ലാം കുഴച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ എനിക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വയ്യാത്തത് കൊണ്ട് ഫ്രിഡ്ജ് ഒന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജും എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ദിവസം ഒരു വയ്യാഴി വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. റൂമും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എല്ലാം കൂടെ പറ്റത്തില്ല. പിന്നെ ഞാൻ നേരത്തെ തന്നെ വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിക്ക് കുഴച്ച് വെക്കുന്നുണ്ട്. വൈകിട്ടത്തേക്ക് മാത്രമല്ല, ഞാൻ 2 ദിവസത്തേക്കുള്ളത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെക്കും. പിന്നെ വൈകുന്നേരം നമ്മൾ മസ്കാബന്ന് ഉണ്ടാക്കി. അപ്പം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കി അതും ചായയുടെ കൂടെ കഴിച്ചു. പിന്നെ ചേട്ടനും മോളും കൂടെ ഒക്കെ ഒന്ന് പുറത്തോട്ട് പോയപ്പോൾ ഇതുപോലെ നമ്മുടെ ഭരണിയും നമ്മുടെ നാട്ടിലല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ രീതിയിലുള്ളതല്ല എങ്കിലും ഭരണി എന്നിട്ട് ഇതുപോലെ ചട്ടിക്കലൊക്കെ കണ്ടപ്പോൾ അവർ വാങ്ങിച്ചിട്ട് വന്നു. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ചായ ഇട്ട് എല്ലാവർക്കും കൊടുത്തു. ചായയുടെ കൂടെ മസ്കാബൻ ഉണ്ടായിരുന്നു. മോള് അതൊക്കെ കഴിച്ച് അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയി. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചപ്പം ആ പച്ചക്കറി വാങ്ങിയതിനപ്പുറത്ത് തന്നെയാണ് നമ്മൾ വാങ്ങിച്ച ഭരണിയുടെ ഇതൊക്കെ ഉള്ളത്. പിന്നെ ഞാവൽപ്പഴം, ഇതൊക്കെ പണ്ട് കൊച്ചിലെ ഇങ്ങനെ ഒരുപാട് കഴിക്കാമായിരുന്നു. ഇവിടെയും ഇപ്പോൾ അങ്ങനെ സീസൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ നല്ല മാങ്ങ, നല്ല മധുരമായിരുന്നു ഈ മാങ്ങയ്ക്ക്. അപ്പം എനിക്ക് ചക്ക, മാങ്ങ ഇങ്ങനെയൊക്കെ ഉള്ളതിനോടാണ് വലിയ താല്പര്യം. ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള ഫ്രൂട്ട്സുകളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ മേലൊക്കെ കഴുകി വിളക്കൊക്കെ കൊളുത്തി കുറച്ച് നേരം അവിടെ ഇരുന്നു. മനസ്സിന് സമാധാനമാണ് നാമമൊക്കെ ചൊല്ലി കുറച്ച് നേരം ഇരിക്കുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ രാത്രി ആയപ്പോൾ തന്നെ ഞാൻ ചോറും മോരുകറിയും പിന്നെ നമ്മുടെ സിലോപ്പിയ കറി വെച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ പയറുമെഴുക്കറിയും ഉണ്ടായിരുന്നു. ഞാനത് എടുത്തില്ല. ഞാൻ മീനും മോരുകറിയും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മീനും മോരുകറിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ സിലോപ്പിയ ഇങ്ങനെ മുളകിട്ട് കറി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പം മീനിനൊക്കെ നല്ല വിലയല്ലേ, നാട്ടിലും നല്ല വിലയാണല്ലേ. പിന്നെ ഇവിടുത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ.